ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മളുടെ ടൊയോട്ട ഇബെല്ല ഷോറൂമുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇബെല്ലയുടെ E3 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇബെല്ല നമുക്ക് ഈ ഒരു വേരിയന്റുകളിൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, കാര്യം ഷോറൂം പ്രൈസ് തന്നെ വരുന്നത് 21,60,000 രൂപയാണ്. എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഈ വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈനലി ഇബെല്ല ടൊയോട്ട ഷോറൂമുകളിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചധികം കൺഫ്യൂഷനുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വാഹനം വന്നിരിക്കുന്നത്. കാരണം ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ ലുക്ക് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് കുറച്ചധികം ആളുകൾ ഇബെല്ല ബുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ടൊയോട്ട ബുക്കിംഗ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റോട് കൂടി റീഫണ്ട് ചെയ്തു. റീസെന്റ് ഒരാഴ്ച മുമ്പ് വീണ്ടും ഇതിന്റെ E3 എന്ന് പറയുന്ന വേരിയന്റിന്റെ എക്സ് ഷോറൂം പ്രൈസ് 23,60,000 രൂപ ടൊയോട്ട അനൗൺസ് ചെയ്തു. ഇപ്പോൾ വാഹനം ഷോറൂമിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ചേരാനല്ലൂരുടെ കൈരളി ടൊയോട്ടയുടെ ഷോറൂമിലാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഇവിടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ വിറ്റാര നമുക്ക് 3 വേരിയന്റുകൾ ലഭിക്കുമ്പോൾ ഇബെല്ല E3 എന്ന് പറഞ്ഞ ഈ ഒരേ ഒരു വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഈ വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വിറ്റാറിനേക്കാളും കാണാൻ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഇബെല്ല. ഫ്രണ്ട് ലുക്കൊക്കെ ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് ഇബെല്ലേനെ ടൊയോട്ട ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെയാണ്. വശങ്ങളിലും ബാക്കിലൊക്കെ ഓൾമോസ്റ്റ് ഇന്റീരിയറും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ല. അത് ടൊയോട്ട ഒരു ഡിസൈൻ ടീമിനെ നമ്മൾ ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ മതിയാകും. അടിപൊളി ലുക്കായിട്ടുണ്ട്. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഈ ഒരു ബോണറ്റ് ലൈൻ തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. ആ ഫ്രണ്ട് ബോണറ്റ് താഴത്തേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ഗ്രില്ലിനോട് ചേരുന്ന രീതിയിലാണ് വരുന്നത്. ഗ്രില്ല് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നടുക്ക് 360 ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ കാണാം. അതിന്റെ ടോപ്പിലായിട്ടാണ് നമ്മുടെ ടൊയോട്ടയുടെ ലോഗോ വരുന്നത്. ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഇത് ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് അഡാസ് ലെവൽ 2ന്റെ ക്യാമറ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇനി ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിന്റെ സ്പീഡ് സെൻസ് ചെയ്ത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് DRL കാണാം. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെ നമുക്കൊരു സിൽവർ പോലത്തെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ലോങ്ങി നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു ലൈറ്റ് പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ അതൊരു ജസ്റ്റ് ഒരു ഫൈബർ പാർട്ട് പോലെയാണ് തോന്നിക്കുക. ഈ വാഹനം നിങ്ങൾക്കറിയാം ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നാൽ വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബമ്പറിന്റെ സൈഡിനകത്ത് എയർ ഇൻസ്കൂപ്പ് കാര്യങ്ങൾ കാണാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 184 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിറ്റാരയുടെ എക്സാക്ട് സിമിലർ ലുക്കാണ്. ആകെ വരുന്ന ഒരു ഡിഫറൻസ് ഇവിടെ BEV എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ടയേഴ്സിൽ വരുന്ന നമ്മുടെ ടൊയോട്ട ലോഗോ മാത്രമാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 18 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അതൊരു ഡയമണ്ട് കട്ട് ഗ്ലോസി ആൻഡ് ഒരു ക്രോം ഫിനിഷിൽ തന്നെ അലോയ്സ് കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 255 R18 ആണ് ടയർ സൈസ് വരുന്നത്. വശങ്ങളിലെല്ലാം ഒരു വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതൊരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. വശങ്ങളിലും നമ്മളുടെ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. മിറേഴ്സ് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. 360 ക്യാമറ അതിനകത്ത് കാണാം. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. UV കട്ട് ഗ്ലാസ്സുകളാണ് വരുന്നത്. 30% UV കട്ട് ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് മൂൺ റൂഫാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ വിറ്റാറയെ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നമ്മുടെ C പില്ലർ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും B പില്ലർ ബോഡി കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4285 mm, വീൽ ബേസ് വരുന്നത് 2700 mm ആണ്. വിട്ടാണ് കൂടുതൽ, നമുക്ക് 1800 mm വിട്ടും വരുന്നുണ്ട്. നമ്മളുടെ ഹൈ റൈഡറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇബെല്ലേനേക്കാളും നീളം കൂടിയ വാഹനമാണ് നമ്മളുടെ ഹൈ റൈഡർ. കാരണം 4365 mm ഹൈ റൈഡറിന് ഓവറോൾ ലെങ്ത് വരുന്നുണ്ട്. വീൽ ബേസ് എന്ന ഹൈ റൈഡറിന് കുറവുമാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ റൈഡറിനേക്കാളും 100 mm വീൽ ബേസ് ശരിക്കും ഇബെല്ലയ്ക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വിറ്റാരയായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത്. ആകെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈലൈറ്റിൽ വരുന്ന ഒരു ഡിസൈൻ ചേഞ്ച് ആണ്. നമുക്ക് ബാക്കിൽ ടൈലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ടൈലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ താഴെ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും അതിന്റെ ടോപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റുമാണ് വരുന്നത്.
ഫുൾ LED യൂണിറ്റാണ് ബാക്കിൽ വരുന്നത്. ബാക്കിലൂടെ ഇബെല്ല എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അർബൻ ക്രൂയിസർ ഇബെല്ല, അതാണ് ശരിക്കുള്ള നെയിം. അർബൻ ക്രൂയിസർ എന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ടൊയോട്ടയുടെ ലോഗോ കാണാം. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിന് നടുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ വൈപ്പർ ആൻഡ് ഡീഫോഗർ കൂടിയ ഗ്ലാസുകളാണ്. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെയായിട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി EV വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 310 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു JBL സബ് വൂഫർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ബാക്കിലെ സീറ്റ് നമുക്ക് 40-40-10 എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. 60-40 അല്ല, 40-40 എന്നുള്ള രീതിയിലാണ്. സെൻട്രൽ പോർഷൻ നമുക്ക് ഈസിലി ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്പെയർ വീല് ഇബെല്ലയിൽ ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് ഇബെല്ലയിൽ വരുന്നുണ്ട്. ചാർജിങ് കേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ മറ്റ് EV വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് കുറവാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഫിനിഷാണ് ഇന്റീരിയർ വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെയെല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് കാണാം. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോളാണ്. നമുക്ക് 4 വിൻഡോയും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. ഓട്ടോ ഫോൾഡിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ബോട്ടിൽ ബോക്സ് കാണാം. ഇവിടെ നമുക്ക് ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. അതൊരു ലെതർ ഫിനിഷ് ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാവുന്ന സീറ്റുകളാണ് വരുന്നത്. ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെന്റർ പോർഷൻ ഒരു ഫാബ്രിക്കും വശങ്ങളിലാണ് ലെതറിഡ് ഫിനിഷ് വരുന്നത്. ആ വശങ്ങളിലാണ് നമുക്ക് ആ വെന്റിലേഷന്റെ ഓപ്ഷൻ, ആ ഒരു ഡോട്ട്സ് കാണാനായിട്ട് പറ്റുക. ഇതിപ്പോൾ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലും കൂടെ കാണാം. ഇവിടെ 360 ക്യാമറയുടെ വ്യൂ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസ് ചുറ്റുമെല്ലാം ഒരു ബ്രഷ്ഡ് ബ്രൗൺ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തുനിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇബെല്ലയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോഗോ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത് എക്സാക്ട് ഈ വിറ്റാര തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഈ സ്റ്റിയറിംഗ് വീലിൽ വന്നിരിക്കുന്ന ലോഗോയിലെ ഒരു ഡിഫറൻസ് മാത്രമാണ് ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യാം. ഇനിയും ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴെ ഒരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിംഗിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാണാം. ഇവിടെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ട്രിപ്പ് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്റ്റഡ് സ്ക്രീൻ പോലെ തോന്നിക്കും. പക്ഷേ ഇത്രയും പോർഷൻ മാത്രമാണ് നമുക്കിവിടെ ഒരു സ്ക്രീനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇവിടെ എല്ലാം നമുക്ക് എംപ്റ്റി സ്പേസ് ആയിട്ടാണ് ശരിക്കും വരുന്നത്. സ്ക്രീനിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലാണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ 20% അതിനകത്ത് ചാർജുള്ള 82 കിലോമീറ്റർ ഓടാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് ബി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഫർമേഷൻസ്, അതിനകത്ത് വരുന്ന ഇൻഫർമേഷൻസ് ടോഗിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. നമ്മുടെ അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവ് റേഞ്ച്, വെഹിക്കിൾ ചാർജ് പോലെയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. ഹോം, പിന്നെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ വരുന്നു. അതും നമുക്ക് നമുക്കിവിടെ ഈ ബട്ടൺസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് JBLൻ്റെ 10 സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു 360 ക്യാമറയുടെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ ഹൈ റൈഡറിലൊക്കെ കണ്ട രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ക്ലാരിറ്റി ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ആ 360 വ്യൂ, ബാക്ക് വ്യൂ ഫുള്ളായിട്ട് കാണാനും ബാക്ക് ലെഫ്റ്റ് സൈഡിലെ വ്യൂവും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് നമുക്കൊരു ടച്ച് സ്ക്രീനിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലാരിറ്റി ചോദിക്കുകയാണെങ്കിൽ
ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ആ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ പോർഷൻ ആ ഒരു ടാൻ ബ്രൗൺ ഫിനിഷാണ്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. AC വെൻസ് ചുറ്റും എല്ലാം ഒരു ഗ്രേ കളറാണ് ശരിക്കും വരുന്നത്, ഒരു ഗ്ലോസി ഗ്രേ ഫിനിഷ് എന്ന് പറയാം. നടുക്ക് ഹസാർഡ് ലൈറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ബ്ലാക്ക്, പിന്നെ ടാൻ ഗ്രേ, പിന്നെ താഴെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് AC സ്ക്രീനിലും കൺട്രോൾ ചെയ്യാം, നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതിന് താഴെ നമുക്ക് നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ് കാണാനായിട്ട് പറ്റും. പിന്നെ അതിന് താഴെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്റർ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചിട്ടില്ല. അതിന് താഴെ നമ്മുടെ ഗിയർ സെലക്ടർ കാണാം. നമുക്ക് ഇതിങ്ങനെ താഴത്തേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഗിയർ സെലക്ട് ചെയ്യാനായിട്ട്. റിവേഴ്സ്, പിന്നെ നമുക്ക് ഡ്രൈവ്, പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രാവും. പിന്നെ ഡയറക്റ്റ്ലി പാർക്കിൻ്റെ ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിലായിട്ട് ഡ്രൈവ് മോഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സ്പോർട്ട്, ഈക്കോ, ഡ്രൈവ് മോഡുകൾ, പിന്നെ നമുക്ക് ട്രാക്ഷൻ മോഡുകൾ, സ്നോ, അങ്ങനെ ട്രാക്ഷൻ മോഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ കൊടുത്തു, ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെൻറ്റർ ആംറെസ്റ്റ് കാണാം. അതിനകത്ത് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിഡ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. റൂഫ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു 3 റൂഫാണ് കാണാൻ പറ്റുക. അത് അടയ്ക്കാനുള്ള കവർ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഗ്ലാസ് റൂഫാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിവിടെ കോഡ്രൈവേഴ്സുകൾ, സൺവൈസേഴ്സ് വിത്ത് മിറർ കൊടുത്തിരിക്കും. ലൈറ്റ് കാര്യങ്ങൾ വരുന്നില്ല. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. നമ്മുടെ അഡാസിൻ്റെ ആ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിലേക്ക് വന്നാലും നമുക്കിവിടെ ഒരു സൺവൈസേഴ്സ് വിത്ത് മിറർ കാര്യങ്ങൾ കാണാം. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഈ വിറ്റാരയോട് സിമിലർ ഇൻറ്റീരിയറാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആകെ വരുന്ന ഡിഫറൻസ് ഈ ലോഗോ മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് ബൗണ്ടറായിട്ടാണ് ഡോറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകളാണ്. ഡോർ പാഡ് നമുക്കിവിടെ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ പവർ വിൻഡോ, 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ഒരു USB ചാർജിംഗ് പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സീറ്റ് ശരിക്കും നമുക്ക് 40-40 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. സെൻറ്ററിൽ നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബൂട്ടിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പേരുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മറച്ചു വെച്ചിട്ട് 3 പേർക്ക് സുഖമായിട്ട് ഇതിന് യാത്ര ചെയ്യാനും പറ്റും. ഫ്ലാറ്റായിട്ടാണ് ഫ്ലോറ് കാണുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റിങ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് കാണാം. ന്യൂ റൂമും വരുന്നുണ്ട്. പക്ഷേ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും തൈ സപ്പോർട്ട് നമുക്ക് ലഭിക്കാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അതിപ്പോൾ എല്ലാ EV വാഹനങ്ങളുടെയും ഫ്ലോർ പൊങ്ങി നിൽക്കുന്നത് കൊണ്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ കാണാം. അത് അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇബെല്ലയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ സേഫസ്റ്റ് കാർ എന്ന് പറയാം. ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 7 എയർ ബാഗാണ് ഇബെല്ലയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡാസ് ലെവൽ 2 അതിൻ്റെ റിലേറ്റഡുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, ഹിൽ ഡിസൺ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസൺ കൺട്രോൾ, അങ്ങനെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇബെല്ലയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇബെല്ലയുടെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 172 HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോട്ടറാണ് ഈ ബെല്ലയിൽ കൊടുത്തിരിക്കുന്നത്. 193 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ EV സെഗ്മെന്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാഹനങ്ങളായിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു അഗ്രസീവ് പവർ അല്ല ഇതിനകത്ത് ലഭിക്കുന്നത്. ലീനിയർ ആയിട്ടാണ് പവർ ലഭിക്കുന്നത്. പക്ഷേ ഒരു ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് തന്നെ പറയാം. 61 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് വരുന്നത്. അതിന് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് 543 കിലോമീറ്ററാണ്. റിയൽ ലൈഫിൽ ഒരു 420-നും 450-നും ഇടയ്ക്ക് റേഞ്ച് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ DC ഫാസ്റ്റ് ചാർജിങ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് 10 to 80% ചാർജ് ആവാനായിട്ട് 45 മിനിറ്റേ വരുന്നുള്ളൂ. ഹോം ചാർജറൊക്കെ ആണെങ്കിൽ ഒരു 12+ അവേഴ്സിലൊക്കെ നമുക്ക് ഫുൾ ചാർജ് ആക്കാനായിട്ട് പറ്റും.
ഈ വാഹനത്തിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് വാറണ്ടി കൊടുത്തിരിക്കുന്നത് 8 കൊല്ലം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററാണ്. അൺലിമിറ്റഡ് വാറണ്ടിയുടെ ഓപ്ഷൻസ് ഒന്നും ഇതുവരെ ടൊയോട്ട അനൗൺസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ അനൗൺസ് ചെയ്തേക്കാം. അറ്റ് പ്രസൻറ്റ് 8 കൊല്ലം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററാണ് ബാറ്ററി വാറണ്ടി പറയുന്നത്. വാഹനത്തിന് 3 കൊല്ലം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ വാറണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഈ വിലയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലിയാണ് കുറേ അഭ്യൂഹങ്ങൾക്ക് ശേഷം ടൊയോട്ട പ്രൈസ് അനൗൺസ് ചെയ്തത്. എക്സ് ഷോറൂം പ്രൈസായിട്ട് കൊടുത്തിരിക്കുന്നത് 23,60,000 രൂപയാണ്. ഞാൻ ഷോറൂമിൽ ഓൺ റൈഡ് പ്രൈസ് ചോദിച്ചിരുന്നു. അപ്പോൾ കറക്റ്റ് പ്രൈസ് വന്നിട്ടില്ല. അവർ പറയുന്നത് ഒരു 25 ലക്ഷത്തിനും 25.5 ലക്ഷത്തിനും ഇടയിലായിരിക്കും പ്രൈസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റാണ് ഷോറൂമിൽ നിന്ന് ലഭിച്ചത്. മാക്സിമം 26 ലക്ഷത്തിൽ താഴെ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു ഡൗട്ടാണ്, ഇബെല്ല കൺസിഡർ ചെയ്യണോ നമ്മളുടെ ഹൈ റൈഡർ കൺസിഡർ ചെയ്യണം? കാരണം ഹൈ റൈഡർ നമുക്കൊരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 45 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1200 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും. പെർ കിലോമീറ്ററിന് 4.5 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരിക. ഞാൻ ഉപയോഗിക്കുന്ന സെയിം വാഹനമാണ്, എനിക്ക് അത്രയൊക്കെ തന്നെ കോസ്റ്റ് വരുന്നുള്ളൂ. ഇബെല്ലയുടെ 61 കിലോ വാട്ട് ബാറ്ററി പാക്ക് ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 420 കിലോമീറ്ററൊക്കെ ആയിരിക്കും ഓടാനായിട്ട് പറ്റുക. 440 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫുൾ ചാർജ് ആവാനായിട്ട് ഇപ്പോഴത്തെ 27 രൂപ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് വെച്ച് ഏകദേശം 1700 താഴെ പ്രൈസ് വരും. അപ്പോഴും ഏകദേശം 1 കിലോമീറ്റർ ഓടാനായിട്ട് 4 രൂപയിൽ താഴെ 3 രൂപ 80 പൈസയ്ക്കും 4 രൂപയ്ക്കും ഇടയിൽ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ റീസെയിൽ വാല്യൂ മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ഹൈ റൈഡർ അല്ലേ. അതാവുമ്പോൾ നമുക്ക് ഈ റേഞ്ച് ആങ്സൈറ്റി പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിലി കൊണ്ട് നടക്കാനായിട്ട് പറ്റും. എനിക്ക് ജസ്റ്റ് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ പുറത്തുനിന്നല്ല ചാർജ് ചെയ്യുക. വീട്ടിൽ സോളാർ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചാർജ് ചെയ്യാനും കൊണ്ട് നടക്കാനും പറ്റും. അങ്ങനെയുള്ളവരാണ് അധികവും EV വാഹനങ്ങൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് പെട്രോൾ അടിക്കുക, ഓടിക്കുക, മാക്സിമം കിലോമീറ്ററുകൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. നമുക്ക് ഇതാവുമ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഒന്നുകൂടി പ്ലാൻ ചെയ്തിട്ട് ഡ്രൈവ് പോകണം എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടൊയോട്ടയിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇബെല്ല എന്നല്ല, ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.